ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പ്രാരംഭമായിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ധാരാളം നന്മകൾ കഴിഞ്ഞ നാളുകളിൽ തന്നിട്ടുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ചു, നമ്മെ നിലനിർത്തി, ആത്മീയമായ സന്തോഷം അനുഭവിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തി. നമ്മളിവിടെയൊക്കെ കൂടി വരുമ്പോഴൊക്കെ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നാം ആത്മീയമായി വളരുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ആത്മീയമായി വളർച്ച പ്രാപിക്കണം. എവിടം വരെ വളരണം? നമ്മൾ ദൈവവചനം അനുശാസിക്കുന്നത് എവിടം വരെ വളരുവാനാണ്? എത്രയും വളർച്ചയുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരണം. നമ്മളാരും വളർച്ചയിൽ തികഞ്ഞവരല്ല, നമ്മൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്, വളരേണ്ടവരാണ്. അപ്പോൾ ആത്മീയമായി നമ്മൾ ഓരോ ദിവസവും വളരണമെങ്കിൽ നമുക്ക് ദൈവവചനമാണ് നമുക്ക് അതിന് ആശ്രയമായിട്ടുള്ളത്, അല്ലെങ്കിൽ ദൈവവചനമാണ് നമുക്ക് ശക്തി നൽകുന്നത്, ആലോചന നൽകുന്നത്. നമ്മുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരുന്നത് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ ഓരോ ദിവസമുള്ള ശ്രദ്ധയോടുകൂടെ കേൾക്കുവാൻ, അംഗീകരിക്കുവാൻ, നാം കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാനായിട്ട് ഇടയായി തരട്ടെ. നാം ഇപ്പോഴേ നമ്മൾ കേട്ടു, അവൻ്റെ ബുദ്ധിമുട്ടൊക്കെയും കർത്താവ് തീർത്തു തരും, അല്ലേ? നമ്മുടെ ക്രിസ്തുവിൽ നമ്മൾ ധനികരാണ്. നമുക്കുള്ള ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കുള്ള ആത്മീയ നന്മകളെന്ന് പറയുന്നത് ക്രിസ്തുവിൽ മാത്രം നിക്ഷിപ്തമാണ്, മറ്റെവിടെയും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്കിന്ന് പകൽക്കാലം ദൈവസന്നിധിയിലെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിൽ കൂടെയുള്ള നന്മകൾ കൂടുതലായിട്ട് അനുഭവിക്കുവാൻ അത് മുഖാന്തരമായി കയറട്ടെ. നമ്മളിവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് ഏത് നിലയിലാണെന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. എങ്ങനെയാണ്? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. അപ്പം നമ്മുടെ കർത്താവ് ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്നുള്ളത് അവിടെ നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എന്താണ്? നാം ചോദിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നമുക്ക് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനുള്ള ശക്തി ദൈവത്തിനുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. അതാണ് നമ്മെ പലപ്പോഴും ധൈര്യപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുവാനായിട്ട് മുഖാന്തരമായി തീരേണ്ടത്. നമ്മൾ ആശ്രയിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്നുള്ള ചിന്ത നമ്മെ ഓരോ നിമിഷവും സ്വാധീനിക്കുവാൻ ഇടയായിത്തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്ര വലിയവനായ ദൈവം എന്ത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് നിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഓരോ ദിവസവും നാം ദൈവത്തിൽ നിന്ന് എന്തെല്ലാം നന്മകളാണ് അനുഭവിക്കുന്നത് അതിനനുസരിച്ച് നാം ദൈവത്തോട് പ്രതികരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നിലയിൽ വരുന്ന ദിവസങ്ങളിലെ ജീവിതം മുൻപോട്ട് നയിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം ഓർത്തതുപോലെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നു. അപ്പം നമ്മുടെ കർത്താവിൻ്റെ ആ അനുഗ്രഹീതമായ നന്മകൾ നമുക്ക് എത്രമാത്രം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ വായിക്കുന്ന വാക്ക് വളരെ പ്രത്യേകമായ നിലയിൽ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നു. അപ്പം വളരെയധികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ നാളിലെ നമ്മുടെ ജീവിത അനുഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി. ദൈവം നമുക്ക് എത്രമാത്രം നന്മകൾ നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ചോദിച്ചതിനേക്കാൾ അധികമായിട്ട് ദൈവം തന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല. നാം ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മോട് കൂടെയുള്ളത്. അപ്പം ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നാം വായിക്കുന്നു, 20-ാം വാക്യം തുടങ്ങുന്ന അങ്ങനെയാണ്. ഇപ്പം കർത്താവിൻ്റെ ഈ ധാരാളമായ നന്മകൾ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ പറയുന്നൊരു ഒരു പ്രത്യേക പദപ്രയോഗം അവിടെ നാം കാണുന്നത്. തുടങ്ങുന്നത് തന്നെ എന്നാൽ. അതിന് മുമ്പിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താ കണ്ടീഷന്? ഭാഗങ്ങൾ ഈ 3-ാം അധ്യായത്തിലും അതുപോലെ 1-ാം അധ്യായത്തിലൊക്കെ ആ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ പ്രതിപാദിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അവിടെ എന്താ നാം വായിക്കുന്നത്? അവൻ്റെ അവസാനം കർത്താവിൻ്റെ ശക്തി എത്ര വലുതാണ് എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പല പരാമർശങ്ങൾ അവിടെയുണ്ട്. ഒന്നാമത് നാം വായിക്കുന്നു 19-ാം വാക്യത്തിൽ പറയുന്നത് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അത് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. അപ്പം ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം എന്നോടുള്ള ബന്ധത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ വ്യാപരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ആ ശക്തി എങ്ങനെയുള്ള ശക്തിയാണ്? നമുക്ക് അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ശക്തിയാണ്. അളവറ്റ ശക്തി എന്നാണ് അവിടെ നമ്മൾ 19-ാം വാക്യത്തിൽ പറയുന്നത്. മാത്രമല്ല ഈ ശക്തി ഒന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ശക്തി വെളിപ്പെടുത്തപ്പെട്ട ഒരു മേഖലയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. അവിടെ നാം വായിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്
ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്യും. അപ്പം ഈ ശക്തി വെളിപ്പെട്ട ഒരു മേഖലയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത്രമാത്രം ശക്തിയാണ് കർത്താവായ യേശുക്രിസ്തു വ്യാപരിച്ചതെങ്കിൽ, അല്ലെ അവനെ ഉയർപ്പിക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്തപ്പെട്ടതെങ്കിൽ, ദൈവമക്കളെ നമ്മളുടെ ബന്ധത്തിൽ ഈ ശക്തി ഇന്നും ഉപയോഗപ്പെടുത്തുവാൻ്റെ ഗുണം സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ നിലയിലുള്ള ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. മാത്രമല്ല 2-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവിടെ നാം വായിക്കുന്നു, ഇനി നമ്മൾ അന്യരും പരദേശികളുമല്ല, പിന്നെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും മാത്രമല്ല അതിന്റെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിതു വരുന്നു. അപ്പൊ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുകയാണ്. നാം പണിയപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. മാത്രമല്ല ഈ ശക്തി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത്, നമ്മിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്, എവിടെയാണ്? ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. നമ്മളുടെ ബന്ധത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ് ആ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ? ആ ദൈവത്തിൻ്റെ ശക്തി എവിടെയാണ് വ്യാപരിക്കുന്നത്? ഇവിടെ നാം വായിക്കുന്നു 16-ാം വാക്യത്തിൽ, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പം ഈ ശക്തി നമ്മിൽ വെളിപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ അകത്തെ മനുഷ്യനല്ല, പുറമെ നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബലമല്ല അവിടെ വെളിപ്പെടേണ്ടത്. പിന്നെ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശക്തിയോടെ ബലപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായ വളർച്ച നേടുവാനായിട്ട് കഴിയുള്ളൂ. ആത്മീയമായി നാം വളരണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ബലപ്പെടണം. മാത്രമല്ല അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും നിങ്ങൾ പ്രാപ്തരാകണം. ഇതാണ് ദൈവത്തിന്റെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. അപ്പം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മൾ ആത്മീയമായി വളരണമെങ്കിൽ, ആത്മീയ നിലവാരം പുലർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നാം വായിച്ചു, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ നിങ്ങൾ ബലപ്പെടണം. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശക്തിയുണ്ട്, നമുക്ക് നമ്മുടെ വളർച്ച എത്രമാത്രമുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് ചോദിക്കുക, എൻ്റെ ആത്മീയ വളർച്ച ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ എന്തെല്ലാം സാധ്യതകൾ എന്നിലുണ്ട്, ഞാൻ എത്രമാത്രം അതിൽ ഭാഗഭാക്കായിട്ടുണ്ട്, ഈ ശക്തിയോടെ ബലപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ പ്രാരംഭത്തിൽ ഓർത്ത് നമ്മൾ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. ദൈവവചനത്തോട് നമ്മുടെ ആത്മാർത്ഥത പുലർത്തുന്നവരായിരിക്കണം. ദൈവവചനം ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരായിരിക്കണം. നമ്മുടെ ഓരോ ദിവസ ജീവിതത്തിലും ഈ ദൈവവചനത്തിന് എത്രമാത്രം സ്വാധീനതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവമേ, എന്നോടുള്ള നിന്റെ ആലോചന എന്താണ് എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാനായിട്ട് നമുക്ക് എത്രമാത്രം സമയം കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, ദൈവശക്തനാണ്. നമ്മൾ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്കവിടെ ഓർക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് ഈ ഭാഗത്ത്. എന്നാൽ ഈ ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ചില ചിന്തകളാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എബ്രായർ 7:25. പ്രാപ്തനാകും, പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. അപ്പം ദൈവം ശക്തനാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഓർത്തു, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് നാം പറഞ്ഞു. അപ്പോൾ ഈ ശക്തിയുള്ള ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ കഴിയും. അപ്പം നമ്മുടെ ദൈവം തീരെ കുറഞ്ഞ ആളൊന്നുമല്ല, ഏറ്റവും ഉന്നതനാണ് അവൻ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവമക്കളെ, മാത്രമല്ല ഇവിടെ നാം വായിക്കുന്നത്, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകും. ആരെയാ?
പൂർണ്ണമായി രക്ഷിക്കുന്നത്. അതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങളുടെ ആ ഭാഗം കൂടെ നാം 25-ാം വാക്യം മുഴുവനായിട്ട് നാം ശ്രദ്ധിക്കുക. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നു. അപ്പം നമ്മൾ ആരോടുള്ള ബന്ധത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലേണ്ടത് ഓരോ ദൈവവൈദ്യൻ്റെയും ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. എങ്കിൽ മാത്രമേ അവൻ നമ്മെ പൂർണ്ണമായിട്ട് രക്ഷിക്കുവാനായിട്ട് അവന് കഴിയുകയുള്ളൂ. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നവരെ മാത്രമേ ദൈവത്തിനെ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം വേണ്ട എന്ന് പറയുന്നവരെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല. അല്ലെങ്കിൽ ദൈവം ആ നിലയിൽ നമ്മെ രക്ഷിക്കുന്നില്ല എന്ന ദൈവവചനം നമ്മെ വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഒരു പുരോഹിതന്റെ പ്രത്യേകതകൾ നമ്മളവിടെ വായിക്കുന്നു. അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ ആ ക്രിസ്തു എന്ന ആ മഹാപുരോഹിതനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നാം വായിക്കുന്നു. ഇത്രമാത്രം പ്രാധാന്യതയും പ്രത്യേകതയുള്ള ഒരു പുരോഹിതനെ നമുക്ക് നമ്മുടെ ഇടയിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഒരു പുരോഹിതനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണ്. അപ്പൊ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ, തത്സമയത്ത് കൃപ പ്രാപിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവമക്കളെ, നമുക്കതുകൊണ്ട് അവന്റെ സന്നിധാനത്തിലേക്ക് അടുത്തു വരാം. മാത്രമല്ല, കർത്താവിനെ കണ്ടുകൊണ്ട് ശിമോൻ പറയുന്നൊരു വാക്ക് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് എന്താണ്? ഈ ശിശുവായിരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് ശിമോൻ എന്താ പറഞ്ഞത്? ഒരു വാക്ക് അതെ. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ ഓർമ്മിക്കുന്ന സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടു. അപ്പം ആ ചെറുപ്പത്തിൽ വളരെ ശിശുവായിരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് ശിമയോൻ പറയാണ്, സകല ജാതികളുടെയും മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ. ദൈവമക്കളെ, അവൻ എത്ര വലിയവനാണ് എന്നുള്ളത് തന്റെ ജനനം മുതൽ ഓരോരുത്തരുടെ സാക്ഷ്യത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം അത് വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നു. മാത്രമല്ല, പ്രവാചകന്മാർ അത് വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയേണ്ടതാണ്, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനാണ്. ആരെ രക്ഷിപ്പാൻ? നാം വായിച്ചതുപോലെ തന്നോട് ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ്. നമ്മെ അങ്ങനെയുള്ളവരെ രക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവമക്കളെ, നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ദൈവം നമ്മെ ചിലപ്പം സഹായിക്കുവാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം എന്താ? അല്ലെങ്കിൽ ദൈവത്തിന് നമ്മെ സഹായിക്കാതിരിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം നാം ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നില്ല, അല്ലെങ്കിൽ നാം വേണ്ടതുപോലെ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നില്ല. ദൈവത്തോട് യാചിക്കുവാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താറില്ല. ദൈവമക്കളെ, നമ്മുടെ പുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവന്റെ സന്നിധാനത്തിലേക്ക് നമുക്ക് അടുത്തിയല്ല, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനാണ്. എൻ്റെ ജീവിത വഴികളിലെ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മെ സഹായിക്കുവാനായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരാം. അവന്റെ കരുതൽ നമുക്ക് ഒരു ദിവസങ്ങളിൽ കൂടുതലായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിക്കട്ടെ. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള 8-9 വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ തൃപ്തിയുള്ളവരായി അവൻ വാരി കയറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കും. അതിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ അതിന്റെ 12-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം ചെയ്യുവാൻ കാരണമാകും. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അപ്പം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരെ നമ്മളിപ്പം വായിച്ച ഭാഗത്ത് 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താ? ദൈവത്തിന്റെ പ്രവൃത്തി എന്താ? അവിടെ നമ്മോടുള്ള ബന്ധത്തിൽ, എന്നോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്ന് അവിടെ പറയുന്നത്, സകല സൽപ്രവർത്തികളിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് അവൻ നമ്മെ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുത്തുവാൻ, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവശക്തനാണ്. ആരെയാ അങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? സകല കൃപയിലും വർദ്ധിപ്പിക്കുന്നത് ആരെ? അവിടെ നമ്മൾ അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 7-ാം വാക്യം നമുക്ക് വായിക്കാം: അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്.
സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളവരോടുള്ള ബന്ധത്തിലുള്ള വാക്കാണ് ദൈവം അവിടെ ഓർമ്മിക്കുന്നത്. എന്താ? നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവർത്തിയിലും പെരുകി വരുമാണ്. അപ്പം സൽപ്രവർത്തികളെ കുറിച്ച് പറയുമ്പോൾ ആ സൽപ്രവർത്തികൾ എങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി ആയിരിക്കണം. നമ്മൾ ഒന്ന് വായിച്ചു, ഒന്ന് അതിന് തൊട്ട് അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന വാക്ക് സംതൃപ്തിയുള്ളവരായിട്ട് സകല നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അത് എങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി ആയിരിക്കണം? സംതൃപ്തിയുള്ള മനോഭാവമായി സംതൃപ്തിയോടുകൂടെ കൊടുക്കണം. അതിനു മുമ്പ് 7-ാം വാക്യത്തിൽ നാം വായിച്ചു പറഞ്ഞു, അവനെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, നിർബന്ധത്താലരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. അപ്പം സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം സകല കൃപയിലും അവനെ വർദ്ധിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. അപ്പം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന മറ്റൊരു മേഖലയാണ് ദൈവമക്കളുടെ ജീവിതത്തിലെ മറ്റൊരു മേഖല. എവിടെയാണ്? നമുക്കിങ്ങനെ പറയാം, കൊടുക്കുന്ന മേഖല. അപ്പം നാം സന്തോഷത്തോടെ കൊടുക്കുന്നെങ്കിൽ ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. ദൈവം നമുക്ക് ധാരാളം കൃപകൾ നൽകും. എന്തിനു വേണ്ടിയാ? നമ്മെ സൽപ്രവർത്തികളിൽ പെരുകി വരുവാൻ തക്കവണ്ണം, കൂടുതലായിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ കൂടുതലായി സൽപ്രവർത്തികളിൽ വ്യാപൃതരാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിപ്പിക്കുവാനായിട്ട് അത് മുഖാന്തരമായി തീരും. ദൈവമക്കളെ, ഈ കൊടുക്കുന്നതിനെക്കുറിച്ച് ഈ ഭാഗത്ത് കൊരിന്ത്യലേഖനത്തിൽ വളരെ വ്യക്തമായ നിലയിൽ പരാമർശിക്കുന്ന അനേക ഭേദഭാഗങ്ങളുണ്ട്. നമ്മൾ ആരാധനയുള്ള ബന്ധത്തിൽ സാധാരണ വായിക്കുന്ന ഒരു വാക്യമാണ് 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ. അവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഇത് യേശു നമ്മളെ ആരാധനയുള്ള ബന്ധത്തിലാണ്. കർത്താവ് ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ കടന്നു വന്നു, താൻ ഏറ്റവും നിസ്സാരനായി തീർന്നു എന്നുള്ള ആശയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ പറയുന്നത് എന്താ? കൊടുക്കുന്നതിനുള്ള ബന്ധത്തില്ല. ഒരു ഉദാഹരണം പറയാണ്, കർത്താവ് ഏത് നിലയിലായി തീർന്നു എന്നുള്ളത് അവിടെ പരാമർശിക്കുകയാണ്. അതിൻ്റെ ആരംഭ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായ നിലയിൽ കാണുവാനായിട്ട് കഴിയും. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് അറിയിക്കാം. അപ്പം ഒരു ദൈവകൃപയാണ് അവിടെ അറിയിക്കുന്നത്. എന്താ ദൈവകൃപ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തോന്നും. മക്കതോന്യ സഭകളുടെ ബന്ധത്തിൽ പറയുന്നത് എന്താ? അവർക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കാനായിട്ട് ഇടയായി തോന്നും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളം ലഭിച്ചതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? അവിടെ നമ്മൾ പറയുന്നത് ധാരാളം ഔദാര്യം കാണിക്കാനായിട്ട് അത് കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിപ്പിച്ചു. അതുകൊണ്ട് അവർക്ക് ധാരാളം ഔദാര്യം കാണിക്കാനായിട്ടത് കാരണമായി തീർന്നു. അവരെങ്ങനെ ഔദാര്യം കാണിച്ചത്? നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ പലരും ചിന്തിച്ചാൽ ഓർക്കും അവർക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ധാരാളമായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ ഔദാര്യമൊക്കെ കാണിച്ചെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന 2-ാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെയല്ല ദൈവമക്കളെ. എന്തിന്? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാനായിട്ട്. അപ്പൊ അവർക്കുണ്ടായിരുന്ന മുതലെന്താ? കഷ്ടതയുണ്ട്, കഠിന ശോധനയുണ്ട്, മഹാദാരിദ്ര്യമുണ്ട്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുമോ? എനിക്കൊന്നും ഇല്ല, ഒട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മാറിയിരിക്കാൻ പറ്റുമോ ഈ പ്രമാണം വെച്ച്? ഇല്ല. കാരണം മക്കതോന്യ സഭകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടതയിൽ, കഠിന ശോധനയിൽ അവർക്ക് മഹാദാരിദ്ര്യമായി. എങ്കിലും എന്ത് ചെയ്തു? അവര് ധാരാളം ഔദാര്യം കാണിപ്പാനായിട്ട് കാരണമായിരുന്നു. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനനുസരിച്ച് ധാരാളമായിട്ട് കൊടുക്കുവാൻ. 2 കാശിട്ട വിധവയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അവർക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അന്നത്തെ കണക്കിൽ വളരെ നിസ്സാരമായ 2 കാശായിരുന്നു. എങ്കിലും ആ 2 കാശ് മുഴുവനായിട്ട് ഇട്ട ആ വിധവയെക്കുറിച്ച് കർത്താവ് പറഞ്ഞെന്താ? ഇവളെല്ലാവരിലും അധികമായിട്ട് കൊടുത്തു. ദൈവമക്കളെ, നമുക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തരുന്നത്. ആത്മീയമായി നമ്മൾ ബലപ്പെടണമെങ്കിൽ നമ്മുടെ ഈ കൊടുക്കുന്ന മേഖലയിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് ഇടയാക്കണം. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും കൊടുക്കുവാൻ നാം സന്നദ്ധരായി തീരട്ടെ. നമ്മുടെ ചിന്ത ആ നിലയിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 38-ാം വാക്യത്തിൽ നാം ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്താ അവിടെ പറയുന്നത്? എങ്ങനെ പറയട്ടെ? ഞാൻ വായിക്കട്ടെ. നമ്മൾ ഇങ്ങനെ പറയാം. അമർത്തിക്കൊലുക്കി ധാരാളമായിട്ട് ദൈവം നമുക്ക് മടക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം.
നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ട് ദൈവം എന്ത് ചെയ്യും? അമർത്തിക്കുലിക്കും നല്ലൊരളവ് തരുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവങ്ങളെ അതുകൊണ്ട് കൊടുത്ത് നമ്മളാരും പരാജയപ്പെടുകയില്ല. നാം കർത്താവിന് വേണ്ടി കൊടുത്താൽ ഒരിക്കലും അതൊരു പരാജയമായി പോവുകയില്ല. ധാരാളമായിട്ട് ദൈവം നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, മറ്റൊരു നിലയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന മറ്റൊരു മേഖലയാണ് 1 കൊരിന്ത്യർ 10:13. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 10:13 നാം വായിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാകും. ദൈവങ്ങളെ നമ്മെ സഹായിക്കാൻ കർത്താവ് എപ്പോഴും സന്നദ്ധനാണ്. നമ്മുടെ മനോഭാവം നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കുന്നതാണ്. ദൈവമക്കളായ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാത്തവരാരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം നമ്മുടെ വിശ്വസ്തത നോക്കിയാണ്. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തത പാലിക്കുമെങ്കിൽ അവൻ നമ്മെ സഹായിപ്പാൻ തക്കണം നമ്മോട് കൂടെയുണ്ട്. അതിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് നേരിട്ട് ചില പ്രതിസന്ധികളാണ് അല്ലേ? അതിനോട് ചേർത്താണല്ലോ ഈ വാക്യം നാം വായിച്ചത്. അവിടെ പറയുന്നു, നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ പരസംഗം ചെയ്യരുത്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ കർത്താവിനെ പരീക്ഷിക്കരുത്. 10-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ വെറുപെറുക്കരുത്. നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ടിത് എഴുതിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ? നമ്മുടെ ബുദ്ധിയുപദേശത്തിന് വന്ന് പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുവാൻ, നമ്മളിത് ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇടയാക്കണം. എങ്കിൽ മാത്രമേ ദൈവം എന്ത് ചെയ്യുള്ളൂ? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുള്ളൂ. പരീക്ഷ നേരിടുവാൻ സമയത്ത് നമ്മളെ സഹായിക്കുവാൻ, നമ്മെ വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ദൈവമക്കളെ, ദൈവം നമ്മെ സഹായിപ്പാൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വിവിധ സാഹചര്യങ്ങളിൽ നാം പരീക്ഷയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു. അതിനു മുമ്പ് നാം ചിന്തിച്ചത് എന്താ? നാം കൊടുക്കുമ്പോൾ നമ്മെ സഹായിപ്പാൻ, അവൻ്റെ കൃപ പെരുക്കുവാൻ അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. മാത്രമല്ല, താൻ മുഖാന്തരമായി ദൈവസേനയിലേക്ക് അടുത്തു വരുന്നവരെ സഹായിപ്പാൻ തക്കണം ദൈവം നമ്മോട് കൂടെയുണ്ട്. മറ്റൊന്ന്, യൂദയുടെ ലേഖനത്തിലെ അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. ഞാനത് എടുത്തു വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നത്, നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ശക്തനാണ്. അവൻ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വീഴാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ വീഴാൻ തുടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? സാധാരണ അടുത്തുള്ളവരാരെങ്കിലും ഇപ്പോൾ അവരെ പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിക്കുവാനായിട്ട് ഇടയായിരിക്കും അല്ലേ? വീഴാതിരിക്കുവാനായിട്ട് ദൈവം നമ്മൾ ചെയ്യും. അതുപോലെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ കർത്താവിനെ പിടിക്കണം അല്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിനെ എത്രമാത്രം കരുതുക, കർത്താവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അവൻ നമ്മുടെ കരങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, കൈ നമ്മൾ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ മുറുകെ പിടിക്കുന്നവനാണ്. ഒരിക്കലും അവൻ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, കൈവിടുന്നവനല്ല. നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ പരീക്ഷ സഹിക്കുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കിയാൽ അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ചിന്ത നമ്മെ ഈ ദിവസങ്ങളിൽ സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. മാത്രമല്ല, നമ്മെ വീഴാതെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. 121-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്ന ചില മേഖലകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 121-ാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ ഭാഗവും നമുക്കത് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണ്. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സഹായത്തിന് വേണ്ടി ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുന്ന ഒരു സങ്കീർത്തനക്കാരൻ അവൻ ഉറപ്പിച്ച് പറയാണ്, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം എത്രയോ വലുതാണ് എന്നുള്ളത് തുടർന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാം വായിക്കുവാനായിട്ട് ചിന്തിക്കുവാൻ സമയമില്ല. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്നു, നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പം ദൈവത്തിൻ്റെ സംരക്ഷണം എത്രയോ ഉന്നതമാണ്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നുള്ള സംരക്ഷണം എത്രയോ വലുതാണ്. ദൈവമക്കളെ, അവനൊരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കുന്നവനാണ്. നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും.
ഇവിടെ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്താ? ഈ ഭാഗത്ത് 3 പ്രാവശ്യം ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്താ? പരിപാലിക്കുക എന്നുള്ള വാക്കവിടെ 3 പ്രാവശ്യമാണ്. എന്താ 3 പ്രാവശ്യം എടുത്ത് പറയുന്നത്? അതിന്റെ ഉറപ്പിന് വേണ്ടി. ദൈവമക്കളെ, നമ്മളുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിപാലനം എത്ര ഉന്നതമാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയുവാനായിട്ടാണ് ആ വാക്കവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മെ സഹായിപ്പാൻ നിൽക്കണം. അവന്റെ അനുഗ്രഹീതമായ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവന്റെ സന്നാനത്തിലേക്ക് അടുത്തിയെല്ലാം ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ നമ്മെ കൈവിടാതെ നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുവാൻ നിൽക്കണം. മതിയായ ദൈവമാണ്. അവൻ ഉറപ്പുള്ള കാര്യമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എത്ര ദിവസത്തേക്കാ? എന്നേക്കും പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും നമ്മുടെ വഴികളിലെല്ലാം നമ്മെ പരിപാലിക്കുവാൻ നിൽക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 2 തിമോത്തിയോസ് 1:12 കൂടെ നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 1:12. അവിടെയും ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കരുതലിനെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പൗലോസ് പറയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. പൗലോസ് പറയാണ്, ഞാൻ ഒന്നിനെക്കുറിച്ചും ലജ്ജിക്കുന്നില്ല. അല്ലേ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. പൗലോസിന്റെ ഉറപ്പ് എന്താ? ഉറപ്പ് ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഏത് ദിവസം വരെ? കർത്താവിന്റെ നാൾ വരെ. ആ വരവ് വരെയും എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ദൈവമക്കളെ, അവനാണ് എൻ്റെ ഉപനിധി. അവനാണ് എൻ്റെ നിത്യജീവൻ. അവനാണ് എൻ്റെ ഉപനിധി. ദൈവമക്കളായിരിക്കും നമുക്ക് ആ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിക്കാം. അവന്റെ വാക്തത്വത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഈ ഉറപ്പ് നമുക്കുണ്ടോ? നമുക്ക് ഈ ഉറപ്പുണ്ടോ? ഞാൻ ആരിലാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഉറപ്പ് ആരിലാണ് എന്നുള്ള ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ അവസാനം വരെ അവൻ സൂക്ഷിപ്പാൻ ശക്തനാണെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസ് ആ വിഷയത്തിൽ ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 12ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പൗലോസ് തൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ താൻ വളരെയധികം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇതൊക്കെ സഹിച്ചു പൗലോസ്. എന്താണ് കാരണം? എന്താണ് കാരണം? ഈ സഹിക്കാനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഇതെല്ലാം ഈ പ്രതിസന്ധികൾ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും പൗലോസിനൊരു നിശ്ചയമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. എന്താണ് ആ ഉറപ്പ്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയും. ദൈവമക്കളെ, ഈ ഉറപ്പാണ് നമ്മെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇതൊക്കെയും സന്തോഷത്തോടുകൂടെ സഹിക്കുവാൻ മുഖാന്തരമായി തീർന്നത് എനിക്ക് ആശ്രയിക്കുവാൻ ഒരു വ്യക്തിയുണ്ട്. അവൻ എൻ്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ദിവസത്തിൽ ആത്മീയമായി വളരുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ. ആത്മീയ വളർച്ചയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ആ ദിവസം വരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവൻ എന്നെ നടത്തുവാൻ ശക്തനാണ്. മാത്രമല്ല, യെശയ്യാപ്രവചനം 27-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 27-ന്റെ 2-3 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. സൂക്ഷിക്കും. ഇത് നമ്മളിവിടെ വായിക്കുന്ന ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. ഇസ്രായേലിന്റെ പ്രതിസന്ധികളെയൊക്കെ ദൈവം നീക്കി കൊടുക്കുവാനായിട്ട് പോവുകയാണ്. ഇതിനു മുമ്പ് അനേക പ്രതിസന്ധികൾ കൂടെയാണ് കടന്നുപോയത്. അത് നാം വായിക്കുന്നത് എന്താ? ആ 27-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നമുക്കത് കാണുവാനായിട്ട് കഴിയും. അവൻ വളരെ പ്രതിസന്ധികൾ അവിടെ അഭിമുഖീകരിച്ച് ഇസ്രായേൽ ജനം. അത് വിദ്യുത സർപ്പമായ ലിവ്യാഥാന്, വക്രസർപ്പമായ ലിവ്യാഥാന്, മഹാസർപ്പം, ഇതിനെയൊക്കെ നീക്കി അത് ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അതെല്ലാം ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സമയമില്ല. എന്നാൽ അവർക്കെതിരായി നിന്നിരുന്ന എല്ലാ ശത്രുക്കളെയും പരിപൂർണമായി പരാജയപ്പെടുത്തുമെന്നുള്ള വാഗ്ദത്വം അവിടെ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് ഇതിനെല്ലാം നീക്കിക്കളഞ്ഞു. എന്നിട്ട് ഇസ്രായേലിന് ഒരു സംരക്ഷണം നൽകുകയാണ്. എന്താണ് ലഭിക്കുന്നത്?
അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. എത്രയോ അനുഗ്രഹീതമായ സംരക്ഷണമാണ് ഇസ്രായേലിന് ദൈവം കൊടുക്കുവാൻ പോകുന്നത്. ഒരു മുന്തിരിത്തോട്ടം, അത് ഇസ്രായേലാകുന്ന മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ അവിടെ അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ നനവ് ആ ഇസ്രായേലിനുള്ള ബന്ധത്തിലുണ്ടാകും എന്ന് പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഞാൻ അതിനെ സൂക്ഷിക്കും, അതിനെ ആരും തൊടാതിരിക്കേണ്ടതിന് അതിന് രാവും പകലും സൂക്ഷിക്കും. ദൈവമക്കളെ, മറ്റുള്ളവർ തൊടാൻ അനുവദിക്കാതെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ്. നമുക്കറിയാം, പൗലോസിനുള്ള ബന്ധത്തിൽ പൗലോസ് ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, ശൗൽ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കടന്നു പോകുമ്പോൾ ദമസ്കോസിന്റെ പട്ടണവാദികളിൽ ചെല്ലുമ്പോൾ അവന് ചുറ്റും വലിയൊരു പ്രകാശം നിലത്ത് വീണു. അവൻ പറയാൻ ഒരു ചോദ്യം ചോദിക്കണം, നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്താ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഇതുവരെ പൗലോസ് ആരെയാണ് ഉപദ്രവിച്ചത്? മാത്രമല്ല, ദൈവജനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് വായിക്കുന്നു, നിന്നെ തൊടുന്നവന് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സംരക്ഷണം എത്രയോ വലുതാണ് എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത്. ദൈവം എന്നെ തൊടുമ്പോൾ, ദൈവം എന്നെ സന്ദർശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനം നമുക്ക് ധാരാളമായിട്ട് നൽകുന്നു. മറ്റുള്ളവർ എനിക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി ഉന്നതമായ നിലയിൽ സംരക്ഷണം നൽകുന്ന ഒരു ദൈവം എന്നോടുകൂടെയുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയോ ഘനമേറിയതാണ്, എത്രയോ പ്രാധാന്യമുള്ളതാണ്, എത്രയോ ഗൗരവമുള്ളതാണ്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ദൈവിക സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്കിന്ന് അടുത്തു വരാം. സംരക്ഷണത്തിനായിട്ട് ദൈവമുഖത്തേക്ക് നോക്കാം. മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപ പെരുക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുവാനായിട്ട് ഇടയായി തരട്ടെ. ഹൃദയവിശാലതയോടുകൂടെ നമുക്ക് മറ്റുള്ളവരോട് ഏർപ്പെടുവാൻ, കൊടുക്കുവാൻ, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി മുൻപോട്ട് പോകുവാൻ. എഫേസ്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, സൽപ്രവർത്തികൾക്കായിട്ട് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവർത്തികൾക്കായിട്ടാണ്. നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരീക്ഷിക്കപ്പെടുമ്പോൾ ആ ദൈവകരങ്ങളിൽ ആശ്രയിക്കാം. ആ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നമ്മുടെ ചാൽച്ചുവടുകളെ മുൻപോട്ട് വയ്ക്കാം. മാത്രമല്ല, നാം യൂദയുടെ ലേഖനത്തിൽ വായിച്ചതുപോലെ നമ്മെ വീഴാതെ സൂക്ഷിപ്പാൻ ശക്തനായവന്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം, ചാരാം, അവന്റെ മുഖത്തേക്ക് നോക്കാം. മാത്രമല്ല, ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന ദൈവിക സംരക്ഷണത്തിനായിട്ട് നമുക്ക് ദൈവസേനയിൽ നന്ദി പറയാം. 121 സങ്കീർത്തനത്തിൽ നമുക്കത് കണ്ടു. അവൻ നമ്മെ പരിപാലിക്കുന്നവനാണ്. അവന്റെ പരിപൂർണമായ സംരക്ഷണം, പരിപാലനം നമുക്ക് ദൈവം നൽകുന്നവനാണ്. മാത്രമല്ല, തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ അറിവ് നമ്മെ രൂപാന്തര അനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ആത്മീയ വളർച്ചയിലേക്ക് അത് നമ്മെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മെ സൂക്ഷിപ്പാൻ, ഓരോ ദിവസവും നമ്മെ പരിപാലിപ്പാൻ ശക്തനായ ദൈവം നമ്മോടുകൂടി ഉള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നാളിൽ ലജ്ജിക്കുവാൻ ഇടയായിട്ടില്ല. ലജ്ജിപ്പിക്കാത്ത ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് വരുന്ന ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.